പേര് സത്യൻ, കോഴിക്കോട് ജില്ലയിൽ മേപ്പേര് സ്വദേശിയാണ്. അപ്പം ബാങ്കിലായിരുന്നു, ബാങ്ക് ജീവനക്കാരനായിരുന്നു, അധ്യാപക മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. 19 വർഷക്കാലം. കഴിവുള്ളവനാണെങ്കിൽ ബാങ്കിൽ നിന്ന് രക്ഷപ്പെടണം. കഴിവുള്ളവരായിട്ട് കാര്യമില്ല, പ്രവർത്തിക്കുന്ന ഇടം പ്രധാനപ്പെട്ടതാണ്. ജനിക്കുന്ന ഇടത്തേക്കാൾ പ്രധാനമാണ് വളരുന്ന ഇടം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ വളർന്ന നാട്ടുപുറത്താകാം, ചിലപ്പോൾ സാധ്യതയില്ലാത്ത പിന്നോക്ക പ്രദേശങ്ങളിലെ വീടുകളിലാവാം, അല്ലെ? വീടുകളിലുള്ളവർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിവില്ലായിരിക്കാം. ഒരു കാര്യവുമില്ല നമുക്ക്, അതൊന്നും അല്ല പ്രധാനം. അയ്യോ എനിക്ക് നടക്കൂല, ഞാൻ ഗ്രാമത്തിലാണ്, പട്ടണത്തിലായാൽ പൊളിച്ചേനെ, അങ്ങനെയുള്ള ധാരണ വേണ്ട. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ചോദിക്കുന്നില്ല, ഇന്ന് എവിടെയാണെന്ന് ചോദിക്കുന്നില്ല. എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് പ്രിപ്പറേഷൻ നടത്തുക, അതിനനുസരിച്ച് വണ്ടി കയറുക, ആ വണ്ടിക്ക് അനുസരിച്ച് ഇരിക്കുക. അതന്നെ ഇത് എന്നെ കൊണ്ട് കഴിയൂല, ഒരിക്കലും നടക്കും, എനിക്ക് കഴിയൂല എന്നുള്ള തോന്നലാണ് പ്രശ്നം. ആ തോന്നൽ ഞാൻ ഇല്ലാതാക്കുന്നത്. ഞാൻ ബാങ്കിലായിരുന്നു, ബാങ്കിൽ 9 വർഷക്കാരായിരുന്നു. എനിക്ക് തോന്നി ഇനി എവിടെയും രക്ഷപ്പെടില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന ബാങ്കുകാരെല്ലാം ആയിരുന്നു. അപ്പോഴാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കിട്ടിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന്, നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള MS പ്രസാദ് സാറാണ് എന്റെ ആദ്യത്തെ 5-8 മാസം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു, ബാങ്കിനോടൊപ്പം ചെയ്തു. പിന്നീട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഫുൾ ടൈം, ഇന്ന് റിസൈൻ ചെയ്ത് 7 വർഷമായി ഫുൾ ടൈം കരിയർ ആയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് എന്റെ കൂടെയുണ്ട്. ആദ്യം 1000-2000 വരുമാനം കിട്ടിയെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ 2 ലക്ഷം 10,000 കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ട് IDC ആയി. നാട്ടുകാർക്ക് കളിയാക്കി. ബൈക്ക് വന്നപ്പോ ഇത് എപ്പോഴാ മുട്ടി പോകാന്ന് അറിയില്ല. പിന്നീട് ഞാനൊരു കാർ വാങ്ങി. ലോൺ എടുത്താൽ എന്തും കിട്ടും, ലോൺ എടുത്താൽ തീവണ്ടി പോലും വാങ്ങാൻ കിട്ടും, ഒരു ബാക്കിയില്ല. പക്ഷെ ആ വീട് വെച്ചു, കുറച്ച് സ്ഥലം വീടിനടുത്തൊക്കെ വാങ്ങി. പിന്നെ ഒരു 13 ലക്ഷത്തിന്റെ ഹോണ്ട സിറ്റി വാങ്ങി. പിന്നെ 72 ലക്ഷത്തിന്റെ BMW വാങ്ങി. ഒന്നാമത്തെ യൂസ് ചെയ്യുന്നത് മേപ്പേര് പഞ്ചായത്തിലെ ഏക സാധനം അതാണ്. കളിയാക്കിയവരൊക്കെ അവിടെ തന്നെ ജീവിക്കണ്ടേ? നമ്മളെ കളിയാക്കിയവർ ഒരുപാടുണ്ട്. ഇവനായിട്ട് എത്തും അറിയോ? 6 മാസം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കൈനീട്ടാൻ വരും. അവർ കൈ കാത്തു നിൽക്കുക. അവർ വലിച്ച് ഒരുപാട് കളിയാക്കി. എന്റെ കൂടെ വന്നവരോട് പറയാൻ തുടങ്ങി, നീ ഇയാളോടെയാണോ പോകുന്നത്? ബാങ്കിൽ നിന്ന് ഇറങ്ങി വന്നാണ്, അത് തന്നെ മോശം. ഓന് ബിസിനസ് എന്താ അറിയും, ഓന് ലോൺ കൊടുക്കുന്നല്ലാണ്ട് എന്തെങ്കിലും അറിയും. വന്നവരും മുടക്കി, അന്നേരം മുടക്കായിരുന്നു. ഇപ്പൊ കാലം മാറി. താഴെ നിൽക്കുന്നവർക്ക് എറിഞ്ഞു വീഴ്ത്താൻ പറ്റുന്ന ദൂരത്തിന് ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്ത് പറക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ആ പരിധി വിട്ടു. ഇപ്പൊ അവർക്ക് എന്നെ എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമോ? എന്റെ ടീം എവിടെയൊക്കെയാ വളരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കേരളത്തിലും കർണാടകയും തമിഴ്നാടും മധ്യപ്രദേശിലും ഒക്കെ ടീം തീർന്നു. ഇപ്പൊ അവർക്ക് നിർത്തിപ്പോഴും എന്നെ നിർത്തിക്കളയാൻ പറ്റൂ? ഇല്ല. ഒരു കാലത്ത് 4 പേരെ അവർക്ക് നെഗറ്റീവ് ആക്കാമായിരുന്നു. കാരണം എന്റെ ഉയരം കുറഞ്ഞാ ഞാൻ പറക്കുന്നത്. എഴുതി വീഴ്ത്താൻ പറ്റുന്നതിനേക്കാൾ മേലെ പറക്കാൻ കഴിയണം. കയ്യെല്ലാം അടിച്ച് ലഹളയുണ്ടാക്കി പോയാൽ അതിനുശേഷം പ്രവർത്തിക്കുന്നത് പ്രാഥമിക പ്രവർത്തനമായിരിക്കണം. കൂടുതൽ ആളുകളെ കാണാനും ഹോം മീറ്റിംഗ്, ഹോം ഷോപ്പിലേക്ക് കൊണ്ടുവരാനും ആ പ്രവർത്തനത്തിലാണ് നിങ്ങൾ മുഴുകുന്നതെങ്കിൽ അടിയുറച്ച് ഉറപ്പിച്ചത് വിജയിക്കാൻ കഴിയും. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് ഏതാണ്ട് 1 ലക്ഷത്തിലേറെ ആളുകൾ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്ത് ഏത് ലക്ഷ്യപ്രാപ്തിയും അതിവേഗത്തിലേക്ക് എത്തിക്കുന്നത് എത്തിച്ചേർന്നാണ് കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ റിസൾട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ യഥാർത്ഥ പ്രവർത്തനം പ്രാഥമികമായി ചെയ്തേ മതിയാവും. എവിടെയെങ്കിലും ചെയ്ത് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. പ്രാവർത്തികമായും പ്രാഥമികമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടി നല്ല ഡ്രസ്സും നല്ല ബാഗും ഉണ്ടായാലും കാര്യമില്ല. നല്ല നോട്ടും നല്ല പേരുകളും എഴുതി ടെസ്റ്റ് പേപ്പർ എഴുതിയാൽ മാത്രമേ ഫുൾ ആപ്ലസ് കിട്ടൂ. കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഡംബരങ്ങൾ വിതറുന്നതിനപ്പുറത്ത് അടിസ്ഥാന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. അവൻ നന്നായിട്ട് ബസ്സിൽ പോകുന്നു, വരുന്നു, നന്നായിട്ട് പോകുന്നതല്ല. അവന്റെ പുസ്തകം കംപ്ലീറ്റ് ആണോ, നോട്ട് കംപ്ലീറ്റ് ആണോ, ടെസ്റ്റ് പേപ്പർ ചെയ്യുന്നുണ്ടോ, അല്ലെ, കൃത്യമായി ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ, എങ്കിലേ പിള്ളേർക്കുന്നുള്ളൂ. നല്ല വസ്ത്രവും നല്ല വാഹനം ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പൊ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ടീമുകൾ മുഴുകുന്നുണ്ടോ, ആ പ്രവർത്തനം നടക്കുന്നുണ്ടോ, എങ്കിൽ വലിയ ഗ്രോത്ത് ആയിരിക്കും. കാലങ്ങൾ കൊണ്ട് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കും. അടിസ്ഥാന പ്രവർത്തനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ചിന്തിപ്പിക്കേണ്ടത്. ഞാൻ
ഹാബിറ്റ് മാറ്റണം എന്നുള്ള വൈ എന്തുകൊണ്ട് അത് സ്ട്രോങ് ആയിരിക്കണം. വൈ ഫാക്ടർ സ്ട്രോങ് ആയിരിക്കണം. ഇങ്ങനെ മാറുള്ളൂ. നല്ല കഴിവുണ്ടാവണം. ലീഡറായാൽ ഒരു ടീമിനെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള പ്രവർത്തനത്തിലാണ് മുഴുകേണ്ടത്. പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഒറ്റക്കെട്ടായി കൊണ്ടുപോകണം. ഒരു കൂട്ടം ആളുകളെ ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് നയിക്കാനുള്ള കഴിവിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആളുകളെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആളുകളെ 16 കഷ്ണങ്ങളാക്കി അതിൽ 4 കഷ്ണത്തിലേക്ക് 2 കഷ്ണം കൊണ്ട് പോകാനല്ല പറഞ്ഞത്. അങ്ങനെയാവണം. എനിക്ക് 16 ആളുകളെയുണ്ട്. 16 ആളെയും വിളിച്ച് ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. അവനെ പോലെ അല്ല ഇവര്. അതുകൊണ്ടാ എന്നൊന്നുമില്ല. ഭൂമുഖത്തുള്ള മനുഷ്യരെല്ലാം ഒരേ അച്ചിട്ട വാർത്ത ഒരേപോലുള്ള ആളുകളല്ല. ഒന്നിനൊന്ന് വ്യത്യസ്തമായ മഹാസംഭവങ്ങളെയാണ് സൃഷ്ടിച്ചുള്ളത്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ മഹാസംഭവങ്ങളാണ് നിങ്ങൾ ഓരോരുത്തർ. ആ കഴിവുകൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാം. ഒറ്റയ്ക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാൻ കഴിയാം. ഒന്നുകിൽ 1-to-1 കൊടുക്കാൻ, അല്ലെങ്കിൽ പ്ലാൻ പ്രസന്റേഷൻ F45 ഉപയോഗിച്ച് പ്രസന്റ് ചെയ്യാൻ പഠിക്കുക. രണ്ട്, ഹോം മീറ്റിംഗ്. വീടുകളിൽ 4-5 ആളുകൾക്ക് ഒന്നിച്ച് വാക്ക് കൊടുക്കാനുള്ള പാഠം ഉണ്ടാക്കുക. ഹോം ഷോപ്പിംഗ്. ഹോം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞാൽ സൊസൈറ്റിയായിട്ട് സംവദിക്കാനും ഞാനൊരു മാർക്കറ്ററാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് ഹോം ഷോപ്പിംഗ്. പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റിനെയും വാർഡ് കൺവീനറെയും അതുപോലെ തന്നെ ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള ഏക സാധനം ഹോം ഷോപ്പിംഗ്. 10-40,000 രൂപ സാധനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത് അവർ പറയും ഇത് ആയുഷ്മിയുള്ള പ്രൊഡക്റ്റാണ്, ഞങ്ങളും കൂടി സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നാട്ടിൽ സംബന്ധിച്ചാൽ എന്താ പറയുക, അവർ ചെയ്യുന്ന കച്ചവടമല്ല. എന്നിട്ട് പറയും മോളെ ഇപ്പൊ എന്തായി, സോപ്പൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ, നിന്റെ സോപ്പ് നന്നായിട്ടാ അല്ലെങ്കിലോ ഓളാളെ പിടിക്കാൻ ആളെ കൊട്ടയിലാക്കാൻ കൊട്ടയിൽ പോകുന്നില്ല. അവർക്ക് മനസ്സിലാണ്ടേ. ഇപ്പൊ ഹോം ഷോപ്പിംഗ് നടത്തിയാൽ നിങ്ങൾ ബിസിനസ്സുകാരനാണെന്നും സാധനം മാർക്കറ്റ് ചെയ്യുന്ന മാർക്കറ്ററാണെന്നും അവർക്ക് ബോധ്യപ്പെടാൻ കഴിയും. സ്റ്റോക്ക് പോയിന്റ് എന്തെങ്കിലും സ്റ്റോക്ക് കഴിഞ്ഞു. ഒരു ഹോം മീറ്റിംഗ് കഴിഞ്ഞ് 10 ആളുണ്ട് അവിടെ. എന്നിട്ട് പറയാ ലീഡറെ ഒരു പേസ്റ്റ് വേണമല്ലോ. ഞാൻ തന്നെ കണ്ടിട്ട് 6 മാസമായി. സംതിങ് കയ്യിൽ വേണ്ടേ? കച്ചവടക്കാരൻ അങ്ങനെയല്ലേ? ഒരു മത്സ്യം വെക്കുന്ന ആള് പോം എന്ന് പറഞ്ഞാൽ വരുമോ അല്ലേ? എന്നാൽ പറഞ്ഞ 1 കിലോ അയില നോക്കട്ടെ, നിൽക്കേ ഞാൻ കടപ്പുറത്ത് വിട്ടുക. അത് കടപ്പുറത്ത് വെക്കാൻ കൊണ്ടുവരുമോ? അത് കൊട്ടയം എടുത്ത് തരില്ലേ? കടയിൽ പോയിട്ട് 2 കിലോ പഞ്ചസാരോട്ടെ, നിൽക്കേ ഞാൻ ഫാക്ടറി പോയിട്ട് വരാം. അങ്ങനെയാണോ? നിങ്ങളോട് 4 ഷോപ്പിനാണല്ലോ, നിൽക്കേ ഞാൻ ഔട്ട്ലെറ്റ് പോയി. പിന്നെ എന്തോന്നും മറക്കണ്ട. സംതിങ് സ്റ്റോക്ക് കയ്യിൽ വേണ്ടേ? ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബേസിക് കാര്യങ്ങൾ അടിത്തറയായിട്ടുണ്ടാവണം. പ്രൊഫസർ നോക്കൂ, കാറിൽ എപ്പോഴും പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ അയാളെ കയ്യിലുണ്ടാവും. മൊബൈൽ സാർ നോക്കൂ, സ്റ്റോക്ക് കയ്യിലുണ്ടാവും. നിങ്ങളിൽ എല്ലാവർക്കും സംതിങ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരാൾക്ക് 10,000 പെട്ടെന്ന് വേണമെന്ന് 4 ആളോട് വാങ്ങിട്ട് കൊടുത്തൂടെ? അത് ക്ലോസ് ചെയ്ത് ആളെ ഹാൻഡ് വാഷും പേസ്റ്റും ഹെയർ ഓയിലും ഒക്കെ അങ്ങനെ കിട്ടും. അത് തന്നെ കിട്ടി. 2,000 അതിൻ്റെ പുറത്ത് കൊണ്ടുകൊടുക്കും. പറയും നിങ്ങൾ ഞാൻ എഴുതിയ സാധനം തന്നെയാണ്, അന്ന് ഞാൻ ഇതാനോ എഴുതിയത്. അത് ശരി. പിന്നെ ഞാൻ വിൽക്കുമോ? കട്ടിൻ്റെ അടിയിൽ ഉണ്ടാവും സ്ഥലം. അന്നേരം കൊടുത്താൽ നമ്മൾ പേസ്റ്റിനൊക്കെ ഓർഡർ എടുത്താൽ അന്നേരം വിൽക്കും. പെട്ടെന്ന് വളരണമെങ്കിൽ സംതിങ് സ്റ്റോക്ക് കയ്യിലുണ്ടാവുന്നത്. ചില സ്വപ്നങ്ങൾ ഉണ്ടാവും. ഉറക്കത്തില് കുഴിയിലേക്ക് വീണു പോകുന്ന സ്വപ്നങ്ങളല്ല ഞാൻ പറയുന്നത്. ഇതിലൂടെ അടുത്ത മാസം എനിക്കൊരു ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ മിക്സി എങ്കിലും വാങ്ങണം എന്ന തോന്നലുണ്ടാവും. മനസ്സിലായില്ലേ? മിക്സി എല്ലാം ഇഷ്ടമല്ലെങ്കിൽ ഗ്രൈൻഡർ വേണം. ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും വാങ്ങും, ലക്ഷ്യം വേണ്ടേ? ഇത്രയും കണ്ട പ്രയത്നം ചെയ്ത് അമ്മയ്ക്ക് എന്ത് കിട്ടി? ഇവിടെ മിക്സി വാങ്ങിയതും ഗ്രൈൻഡർ വാങ്ങിയതും മോളെ എൻ്റെ വാച്ച് വാങ്ങിയതും നിനക്കൊരു മൊബൈൽ വാങ്ങി തന്നതും നിന്റെ ഫീസ് അടച്ചതും ഞാൻ തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ അത്യാവശ്യമായി എന്തെങ്കിലും വാങ്ങിയിടതല്ല. ആ വീട്ടിൽ അത്യന്താപേക്ഷിതമായിട്ട് ആവർത്തിച്ച് ഉപയോഗിക്കേണ്ടുന്ന സാധനം നിങ്ങളുടെ കൈകൊണ്ട് വാങ്ങിച്ചു വെക്കാനുള്ള ഒരു സ്വപ്നം നിങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അവർ പോകുമ്പോൾ പറയണം, എൻ്റെ മോള്, എൻ്റെ മോൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് വാങ്ങിയതാണിത്. അവൾ പോകുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ എന്ന തോന്നൽ അവർക്കുണ്ടാവും. കാര്യം മനസ്സിലാവുന്നുണ്ടാവും. ഇങ്ങനെയാണ് സ്റ്റോക്ക് പോയിന്റ് എന്ന് പറഞ്ഞത്. എന്താ നമ്മുടെ ലെജൻഡായിരുന്ന എം. പ്രസാദ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്നാൽ ഒരു വിൽക്കാനും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനും കഴിയും. സ്റ്റോക്ക് പോയിന്റ് ഉണ്ടാവണം. ഹോം ഷോപ്പിംഗ് കഴിഞ്ഞ ദിവസം ഏറാമത് നമ്മൾ ഹോം ഷോപ്പിംഗ് കഴിഞ്ഞ ആഴ്ച എന്താ മഴ പ്രതീക്ഷ കിട്ടിയ ചെറിയ മഴച്ചാട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട്. തിരിഞ്ഞിരിക്കുന്ന ആരാന്നറിയോ? കണ്ടാൽ അറിയാലോ. ഇവിടെയുള്ളൊരു ലീഡറാണ്, നമ്മുടെ ലീഡർ സജിന നാസറാണ്.
അതിന് സോർക്കാണ്ടി 1,08,000 ഹോം ഷോപ്പിയാണ്. രാജേന്ദ്രൻ വാങ്ങിയിട്ട് നടത്തിയ 1,08,000 സ്റ്റോക്ക് പോയിന്റ് അല്ല ഹോം ഷോപ്പിൽ 24,500 റുപ്യ അന്നേരം മാർക്കറ്റ് ചെയ്തു. രണ്ടാമത്തെ 14,000 മാർക്കറ്റ് ചെയ്തു. ഏതാണ്ട് 68,000 സാധനം 4 ദിവസം മാർക്കറ്റ് ചെയ്യപ്പെട്ടു. വീട്ടിൽ പോയിട്ട് അവർ പറയാണ്, ഇതാ ഞാനും തുടങ്ങിയിട്ടുണ്ട് 2 സോപ്പ് വേസ്റ്റ് ഈ കടയിൽ നിന്ന് മാട്ടെ ഇത് ഉപയോഗിച്ചാൽ മതി. നമ്മളോ വേണോ അത് കൊടുക്കണോ അത് അങ്ങനത്തെ ആളെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുക്കാത്ത നിങ്ങളെ പറയും. ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ട് മാമ 2 സോപ്പും വേസ്റ്റ് ഉപയോഗിക്കണം, ഹാൻഡ് വാഷ് എടുത്ത് ഉപയോഗിച്ചാൽ മതി അല്ലേ, ഹെയർ എടുത്ത് ഉപയോഗിച്ചാൽ മതി, മകൾക്ക് പിന്നെ ഫേസ് വാഷ് ഇത് മതി എന്ന് പറയേണ്ട കൽപ്പമുണ്ടേ. പറയില്ല, മിണ്ടൂല്ല, ഇത് കട്ടിൻ്റെ അടി തട്ടി. അങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, ഹോം ഷോപ്പ് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായല്ലോ. ഫസ്റ്റ് സ്റ്റോക്ക് പോയിന്റ് ഹോം ഷോപ്പിംഗ്. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയും, നമ്മളിങ്ങനെ പോയാൽ പോരാ, അടയാളം ഗിയർ മാറ്റാനുള്ള സമയമായി. മനസ്സിലായില്ലേ? സാധാരണക്കാരായ നമുക്ക് വിജയിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. കോടികൾ മുടക്കാതെ നമ്മുടെ കയ്യിൽ കിട്ടി. എനിക്കും 7,000 രൂപയുടെ 3,21,000 ഞാൻ അന്ന് സൈറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ടോപ്പ് സൈറ്റ് 7,000-ൻ്റെയാണ്. അതിനാണ് വീക്ക് ആഫ്റ്റർ വീക്ക് 2,10,000 വാങ്ങുകയും BMW വാങ്ങുകയും 2-3 പ്ലോട്ട് വാങ്ങുകയും വീട് വെക്കുകയും സിംഗപ്പൂർ ഇതേ സൈറ്റ് അത്ര പേരുള്ളത്. എനിക്ക് എന്തൊക്കെ കിട്ടും അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. കയ്യിലിരിപ്പുണ്ടാ കിട്ടാത്തത് അങ്ങനെ നോക്കിയിട്ടൊന്നും കഴിയില്ല. നിങ്ങൾ തുറച്ചു നോക്കുക, ഒന്ന് ഇളകി പ്രവർത്തിക്കും. ഇത് ചെയ്യുമ്പോഴേ ചെയ്യും. രാവിലെ 8:30 ഉണരും. മാ നേരിയ പോലെ കടൽ ആ മാ ഒന്ന് മാറ്റി പിടിക്കുക. നിങ്ങളെല്ലാം ചെറിയ ആളുകളാ. ഇന്ന് ഞായറാഴ്ച, നാളെ ഞായറാഴ്ച ഓ കിടക്കില്ല, പിന്നെ മാ നേരിയ പോലെ ചുരുണ്ടൻ കൂടും. മക്കളെ വിജയിക്കണ്ടേ? ഒരു ജന്മേ നമുക്കുള്ളൂ. നിങ്ങളൊക്കെ കളി കണ്ടായിരിക്കും 4,000 കൊണ്ടൊക്കെ ജീവിക്കും. ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇത് അടുത്ത കളി എനിക്ക് 2020 കളി ഉണ്ടല്ലോ, ഒറ്റ കളി എന്നുള്ളത് ഒറ്റ ജന്മേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും വേണം ഇപ്പം തന്നെ മാറി പ്രവർത്തിച്ചോളാം. ഇപ്പം മാറിയില്ല പിന്നെ എപ്പോഴാ? കുറെ കാലം കഴിഞ്ഞ് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നാട്ടിലുള്ളവർ പറയും അവളോട് പോയിട്ട് കാര്യമില്ല, അവരോട് പോയിട്ട് കാര്യമില്ല, പ്രവർത്തിക്കുന്നത് അപ്പുറം നാട്ടിലുള്ള കാര്യമുള്ളൂ. എന്നെ എവിടെയാ നോക്കുന്നത്? നിങ്ങൾ തന്നെ നോക്ക്. ഒന്ന് മാറണ്ടേ? ചെറിയ സ്വഭാവങ്ങൾ മാറണ്ടേ? ഇത് ലിസ്റ്റ് ഒന്ന് മാറ്റിപ്പിടി. പഴയ ലിസ്റ്റ് തിരിഞ്ഞ് കളിക്കുക, ആ ലിസ്റ്റ് ഒറ്റ ചിന്തിക്കുക. പുതിയ ലിസ്റ്റ് ഇടല്ലോ. പ്രവർത്തിക്കണ്ടേ? മാറണ്ടേ? നിങ്ങൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ 4 അടിക്കുമ്പോൾ കൈയടിക്കും, 6 അടിക്കുമ്പോൾ തുള്ളിച്ചാറും. ജീവിതത്തിൽ ഏതെങ്കിലും കളി നമുക്ക് അടിച്ചു പിടിക്കണ്ടേ? അതുപോലെ സാധാരണക്കാർക്ക് വേറെ ഏത് കളി APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഈ നൂറ്റാണ്ടിലെ വസന്തമാണ് ഡയറക്റ്റ് മാർക്കറ്റ്. സാധാരണക്കാർക്ക് കോടീശ്വരനാകേണ്ട ഏക അവസരമാണ് ഡയറക്റ്റ് മാർക്കറ്റ്. ഇത് കയ്യിൽ കിട്ടിയിട്ടും പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെയല്ല അടുത്ത മാസം വെക്കാം. ഒന്നുകിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനം കയ്യിൽ വാങ്ങാം, ചില വിളിച്ച് വാങ്ങാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആവാം, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വാച്ചാവാം. നിങ്ങൾക്കല്ലെങ്കിൽ അത് മകളെയോ സഹോദരിയുടെ കയ്യിലേക്ക് ആവാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും മുടി ഒന്നും വെളുപ്പിക്കണം, അടയാളം കണ്ടുവരിക, മുടി വെളുപ്പിക്കുക, ഒന്ന് സ്ട്രൈറ്റൻ ചെയ്ത് വെളുപ്പിക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ സാധനമാണ്, ചെറുതല്ല വില കൂടുതലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷ്യം വെക്കുക, ഭാവിയിൽ ഇങ്ങനെയുള്ള ലക്ഷ്യം വെക്കുക. അതുകൊണ്ടാണ് ഹോം ഷോപ്പിംഗ് ഹോം മീറ്റിംഗ് നിങ്ങളെ ചെയ്യിപ്പിക്കുന്നത്. എല്ലാ കാലവും ചെയ്യാറില്ല. കൂടുതൽ ആളുകളെ ചെയ്യിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ വാച്ചും അതുപോലെ തന്നെ ചെറിയ വലിയ ഒരു മൊബൈലും ഒരു ചെറിയ സ്കൂട്ടിയും ഒക്കെ വാങ്ങി കഴിഞ്ഞാൽ 7 വീട്ടമ്മമാർ ഒന്നിച്ച് സ്കൂട്ടി ഇറക്കിയാണ്ടില്ല. ഇതൊക്കെ ഒരാടേതല്ല, ഇവിടെ തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെ ഇറക്കണം. 7 ആൾ ഒത്തിക്കില്ല സാറേ, അതാണ് ഞാൻ 7 ഒക്കെ ഇറക്കണം. നിങ്ങൾ ഓരോരുത്തർ ഇറക്കിയാണ്. ഡു ഇറ്റ് യുവർ വേ. നിങ്ങൾ സ്വന്തം വഴിയിൽ ചെയ്യുക. അധ്യാപകൻ പറയും, ക്ലാസ് എടുക്കും, പക്ഷേ ഓരോരുത്തർ ഒരുപക്ഷെ വരയില്ലാത്ത പേപ്പറിലായിരിക്കും, വരഞ്ഞ പേപ്പറിലായിരിക്കും, കറുത്ത മഷി കൊണ്ടായിരിക്കും, നീല മഷി കൊണ്ടായിരിക്കും, അവന്റെ ലെറ്റർ സ്റ്റൈലായിരിക്കും എഴുതുന്നത്. അവന്റെ ശൈലിയിലാണ് അവൻ എഴുതി പിടിപ്പിക്കേണ്ടത്. നിങ്ങൾ ഹോം ഷോപ്പിംഗ് ചെയ്യേണ്ടത് ഒരുപക്ഷെ ചുവന്ന റിബണായിരിക്കും അപ്പുറം ഉണ്ടാവുക, നിങ്ങൾക്ക് നീല റിബണായാലും കുഴപ്പമില്ല. അപ്പുറത്ത് മേശയിലായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ഡെസ്ക്ടോപ്പിലായിരിക്കും. നിങ്ങളെ വഴിയിൽ അത് വളർത്തിയെടുക്കുക. സിസ്റ്റം മാറിപ്പോകരുതെന്ന് മാത്രം. ദെൻ നോ യുവർ മാർക്കറ്റ് ആൻഡ് യുവർ കസ്റ്റമർ. നിങ്ങളെ മാർക്കറ്റിന്റെ സാധ്യത മനസ്സിലാക്കുക, അവിടെ മാർക്കറ്റ് ചെയ്യുക. നിങ്ങളെ കസ്റ്റമറെ എപ്പോഴും കൂടെ നിർത്തുക. ഒരിക്കലും കസ്റ്റമറെ നിങ്ങൾ മറക്കരുത്, നിങ്ങളെ മറക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. എന്നെ മറക്കരുത്, പേര് സത്യം, പേര് വെച്ചോളൂ എന്നല്ല, അവർ ഓർമ്മയിൽ തങ്ങി നിൽക്കണം. ബിൽഡ് എ സ്ട്രോങ് ബ്രാൻഡ്. നിങ്ങളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഒന്നുകിൽ ഒരു കോർഡിനേറ്റർ ആവുക,
അല്ലെങ്കിൽ ആദ്യം മിനി കോർഡിനേറ്റർ ആവുക, ഒരു സബ് കോർഡിനേറ്റർ ആവുക, ഒരു കോർഡിനേറ്റർ ആവുക. എന്റെ ലീഡർ കോർഡിനേറ്റർ ആണ്, എനിക്കും ആവണം. അവർ കോർഡിനേറ്റർ ആകുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് കോർഡിനേറ്റർ ആയി, അപ്പൊ നിങ്ങൾ ബിസിനസ് കോർഡിനേറ്റർ ആയി, അപ്പൊ ടീം കോർഡിനേറ്റർ. ബ്രാൻഡ് എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നെഗറ്റീവ് ഇംപ്രൂവ്മെന്റ് അല്ല, പോസിറ്റീവ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക. കൾച്ചർ ലൈഫ് ലോങ് ലേണിംഗ്, മരണം വരെ പഠിക്കാനുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് 4 പുസ്തകം വാങ്ങി പോയി വീട്ടിൽ പഠിക്കാനല്ല ഞാൻ പറയുന്നത്. എന്നാ പിന്നെ അത് നടക്കുക. അതല്ല, നിങ്ങൾ പുസ്തകം വെച്ച് വായിക്കാനില്ല. ഒരാൾ ഫോറസ്റ്റ് അവയർനെസ് പഠിക്കുമ്പോൾ സോപ്പിനെ കുറിച്ച്, പേസ്റ്റിനെ കുറിച്ച്, ഏറെ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഒരു സീനിങ് അച്ചീവറോ അല്ലെങ്കിൽ ഒരു റാങ്ക് അച്ചീവറോ പറയുമ്പോൾ അതിന് എന്തെങ്കിലും വാചകം പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠനത്തിൽ തയ്യാറാവുക എന്നുള്ളതാണ് കാര്യം. പിന്നെയോ, ലീഡ് ഫ്രം ദി ഫ്രണ്ട്, ഫ്രണ്ടിൽ നിന്ന് നയിക്കുക. ഫ്രണ്ടിൽ അല്ലെങ്കിൽ വിളിച്ചാൽ നയിക്കാം. എന്റെ 10 പേര് എന്റെ കൂടെ ഉണ്ടെങ്കിൽ 10 പേരെ നീ എന്താ GT സ്വാദ് പോണം, ഞാൻ അവിടെ ഉണ്ടാവും. 10 പേരെ അറിയിക്കണം. അവരും അറിയില്ല, നിങ്ങളും അറിയില്ല എന്നുള്ള കഥയായാലും ടീമിന്റെ കഥ എന്തായിരിക്കും. അപ്പൊ അവരെ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് നയിക്കുന്ന രീതിയിലേക്ക് വളരണം. ലാസ്റ്റ് പോയിന്റ് അബൌട്ട് ഈഗോ സെന്റിലേഷൻ, മടി കുറയ്ക്കുക. നമ്മൾ മടി കുറച്ചാലേ നമ്മളെ ലീഡർ താഴെ മടി കുറയ്ക്കും. അവർ ഈഗോ താഴെയുള്ളവൻ അങ്ങനെ വളരുന്നപ്പോ അവൻ എന്റെ ക്ലാസ് പഠിച്ചതാ, അവനെത്തിനാ എന്നേക്കാൾ മേലെ വളർന്ന് എന്ന തോന്നല് വേണ്ട. എല്ലാവരും വളരട്ടെ, കൂടെയുള്ളവർ എല്ലാവരും വളർത്തി അവരെ കാണിച്ച് ടീം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളരുക. Then motivate mind, the body will follow. നിങ്ങളുടെ മനസ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നിടത്തിലല്ല ശരീരം വരും. ഉറപ്പിച്ചുകൊണ്ട് പോകുന്നിടത്തൊക്കെ ശരീരം ഉണ്ടാവും. ശരീരം നീങ്ങാത്തത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച ശീലങ്ങളില്ലാത്തതുകൊണ്ടാണ്. So motivate your mind, the body to get something which we have never got, we have to do something which we have never done. ഇന്നലെ വരെ ചെയ്ത പ്രവൃത്തി ചെയ്താൽ ഇന്നലെ വരെ കിട്ടിയ നേട്ടങ്ങൾ കിട്ടും. പുതിയ നേട്ടങ്ങൾക്ക് പുതിയ പ്രവൃത്തി ചെയ്തേ മതിയാവും. ഇന്നലെ വരെ നിങ്ങൾ കണ്ട ആളുകളെയും കാര്യങ്ങളും അല്ല ഇന്നത്തെ പോലെ പുതിയ ഹാളിൽ ഇരിക്കാനും അടുത്ത 5 മാസം കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ഒരു ടീമിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹോൾഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുള്ളവരെയും ജയിക്കുന്ന, കഷ്ടപ്പാടുകളെ നീക്കാൻ, പ്രയാസങ്ങളെ നീക്കാൻ ലോകത്തൊരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ കഠിന പ്രയത്നമാണ്, ഹാർഡ് വർക്ക്. വിജയിക്കാൻ എളുപ്പമാർഗം കഠിന പ്രയത്നം. അപ്പൊ കഷ്ടപ്പാടുകളെ ഇഷ്ടപ്പെടുക, എന്നിട്ട് എല്ലാ കഷ്ടപ്പാടുകളും തിരഞ്ഞെടുക്കാനല്ല. വിജയിക്കാൻ ആവശ്യമായ കഷ്ടപ്പാട്, മഴയുണ്ട്, എങ്ങനെയെങ്കിലും റെയിൻ കോട്ട് എടുത്തിട്ട് പോകുന്നു, ദൂരമുണ്ട്, ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ബസ്സിലോ പോയിട്ട് അവിടെ എത്തുന്നു. കഷ്ടപ്പാടുകളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. അപ്പൊ കഴിവുള്ളവർ മാത്രമല്ല പ്രവർത്തിക്കുന്നവരാണ് വിജയിക്കുക. ഒരു SSLC പഠിക്കുന്ന ഒരു കുട്ടി 4 മാസം കഴിഞ്ഞു ക്ലാസ് അധ്യാപകൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവൻ നോട്ട് കൃത്യമായിട്ട് എഴുതുന്നില്ല, ടെസ്റ്റ് പേപ്പർ എഴുതുന്നില്ല, എന്ത് പറയുമ്പോൾ കുളച്ചൊരു യുദ്ധവും സ്വാതന്ത്ര്യ സമരം ഒന്നും പഠിക്കുന്നില്ല. അപ്പൊ അവനോട് മാഷ് വന്നിട്ട് പറയാ, മോൻ ഇങ്ങനെ പോയാൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കില്ല, അത് മോൻ നിർത്തലാന്നല്ലേ. മാഷ് അങ്ങനെ പറയുന്നത് ഞാൻ ഇപ്പോഴേ നിർത്തി, മാഷ് പറയാൻ കാത്തിരിക്കുക. മോൻ വീട്ടിൽ പോയിട്ട് അമ്മേനെ അച്ഛനെ സഹായിച്ചു പണിയുണ്ട്. അവൻ പറയാൻ കാത്തിരിക്കുന്ന അവൻ വീട്ടിൽ ഇവിടെ ചെറിയാൾ നിർത്താൻ കാത്തിട്ടുണ്ട്, അങ്ങനെ ഇപ്പം നിർത്തണ്ട. അങ്ങനെ ഞങ്ങളെ ചെലവിൽ ആരും നിർത്തണ്ട, കാര്യം മനസ്സിലാവുമല്ലോ. അത് വേണ്ട. അവൻ നിർത്താൻ പറഞ്ഞപ്പോൾ അവൻ ക്ലാസ് വേണ്ടി പറഞ്ഞെങ്കിൽ നിർത്താൻ ഞാനതിലേ വന്നത്. അമ്മ നിന്നെ എത്ര കഷ്ടപ്പെട്ട SSLC ആയിക്കോട്ടെ ചോദിച്ചാ, അമ്മേ ഞാൻ എഴുതണ്ട, എനിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതാ മാറ്റി പറഞ്ഞത്. അവർക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. ഞാൻ പോലും കുട്ടി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല. അവൻ വീട്ടിൽ വിറകിടാൻ തുടങ്ങി, സാധനമായി കൊണ്ടെടുക്കാൻ തുടങ്ങി. അമ്മയാ എന്നാൽ ഇപ്പഴെങ്കിൽ നടക്കുന്നത്. വെള്ളം കോരാൻ തുടങ്ങി. വെള്ളം കോരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, അതിന്റെ കിണറ്റിലെ പടവുകളൊക്കെ ചെങ്കൽ പടവുകളാണ്. പക്ഷെ അവന്റെ റബ്ബർ കൊട്ട മാർഗമുള്ള ആ കൊട്ട പോയിടുന്നെല്ലാം കല്ലറന്നൊരു വഴി ഇങ്ങനെ അടയാളിട്ടിരിക്കുക. അവർ സംശയം, ഈ മാർഗവുമായ കൊട്ട പോയിടത്തിൽ എങ്ങനെയാ കല്ല് പൊട്ടി അടയാളിട്ടത്? ഇപ്പൊ 2 മാസം കഴിഞ്ഞപ്പോൾ മാഷ് വിളിച്ചു, അല്ല മോനെന്താ തീരുമാനിക്കുന്നത്? എന്തായാലും ഞാനൊന്നും തീരുമാനിച്ചില്ല. അപ്പൊ അവനൊരു സംശയം, മാഷ് എന്റെ കിണറില് ചെങ്കൽ പടവുകളാണ്, പക്ഷേ വെള്ളത്തിന്റെ തൊട്ടി എന്ന് പറഞ്ഞ റബ്ബർ കൊട്ടയാണ്. അതിങ്ങനെ പോയിട്ടൊക്കെ വലിയ അടയാളമുണ്ട്. അത് എങ്ങനെ വന്നു സാർ? കഴിവില്ലാത്തവരിങ്ങനെ അടയാളം പറ്റും. അപ്പൊ അയാൾ പറയാണ്, ഒരു പ്രയത്നം സ്ഥിരമായി ചെയ്താൽ ആർക്കും അടയാളത്തിൽ അപ്പൊ പ്രതിഭയല്ല, പ്രതിഭയേക്കാൾ പ്രധാനം പ്രയത്നത്തിനുണ്ട് മോനെ. നീ പാഠവൻ കൊണ്ട് പ്രതിഭ കൊണ്ട് കീഴടക്കാൻ കഴിയാത്തതിനെ പ്രയത്നം കൊണ്ട് മറികടക്കാൻ കഴിയണം. മനസ്സിലായില്ലേ? ഞാൻ നല്ല സേഫ് കോഴ്സല്ല, പക്ഷേ കഠിന പ്രയത്നം കൊണ്ട് ഞാൻ
കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ITC-യും ആദ്യത്തെ പ്രതിയാവണമെന്നില്ല, പാഠമുള്ളവരാണെന്നില്ല, ഒട്ടുക്കത്തെ കഴിവിന് ഉടമയാവണ്ട. പക്ഷെ കഠിന പ്രയത്നമുണ്ടോ ഇതിനെയൊക്കെ മറികടന്ന് നിങ്ങൾ ജേതാവും. അതെ, കഠിന പ്രയത്നം. നിങ്ങളുടെ ശത്രു പോലും പറയണം അവൻ അങ്ങനെ ചെയ്യണം, അവൻ ജയിച്ചിട്ട് ഞാൻ ജയിക്കും. നമ്മളെ ശത്രു പോലും, നമ്മൾ അംഗീകരിക്കാത്തവർ പോലും പറയണം അവൾ ജയിക്കണ്ട, അവൾ ജയിച്ചില്ല പിന്നെ ആര് ജയിക്കും. അത്രയും കഠിന പ്രയത്നം ഉടനെയാണോ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ പോകണം. എന്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തണം, എന്തുകൊണ്ട് നാളെ ഞാൻ 4 പേരെ ഇൻവൈറ്റ് ചെയ്യണം, നാളെ എനിക്ക് വരാനുള്ള പൊസിഷൻ ഉറപ്പിക്കണം. അത് മാറ്റാത്തത്, നിങ്ങളെ ശീലം മാറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാറണം എന്നുള്ള തോന്നൽ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഒരു പലക ഇങ്ങനെ ഇട്ടെന്ന് വിചാരിച്ചോ, ഒരു 10 ഇഞ്ച് കനമുള്ള പലക, 1 മീറ്റർ വീതി, 4 മീറ്റർ നീളം നിലത്ത് വെക്കുകയാണ്. ഞാനിവിടെ നിലത്ത് വെച്ചിരിക്കും. നിങ്ങളോട് പറയാണ് ഇതിലൂടെ നടന്ന് അപ്പുറം പോയാൽ ഞാൻ 100 രൂപ തരും. പറയാൻ വിചാരിച്ചാണ് ഒടിയല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആണോ അപ്പോൾ 100 രൂപ നിങ്ങൾ എല്ലാവരും വരും. എനിക്ക് അതൊന്നും അപ്പുറം കാര്യം 100 രൂപ വാങ്ങിക്കും. കാരണം എന്താ, 100 രൂപ കിട്ടാൻ ബൈ ഫാക്ടർ സ്ട്രോങ് ആണ്. എന്നാൽ ഇതേ പലക ഞാൻ ഒരു 3 നില ബിൽഡിങ്ങിന്റെ മേലെ അല്ലെങ്കിൽ 4 നില ബിൽഡിങ്ങിന്റെ മേലെ 2 ബിൽഡിങ്ങിന് അടുത്തടുത്തുണ്ട്, അതിന് കുറുകെ അങ്ങോട്ട് വെച്ച് ഇനി ഞാൻ പറയാം ആ പലക മേലെ നടന്നാൽ ഞാൻ 100 രൂപ തരും. കാര്യമോ 100 അത് നിങ്ങളുടെ അറിയില്ലേ? കാരണം എന്താ, എന്തുകൊണ്ട് കളക്കണം? സ്ട്രോങ് അല്ല, 100 രൂപ കാര്യമില്ല. കറക്റ്റല്ലേ? കറക്റ്റ്. എന്നാൽ ആ 2 ബിൽഡിങ്ങിൽ ഒരു ബിൽഡിംഗ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, തീപിടിക്കുകയാണ്. നിങ്ങൾ ഏക മകൻ അതിൽ നിന്ന് വാവിട്ട് കറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പലക മേലെ ചാടി കടന്നു വയ്ക്കോ? എപ്പോ കടന്നു വെച്ചാൽ, കാരണം വൈഫ് സ്ട്രോങ് ആണ്. ഞാൻ കടന്നിരിക്കുക, രക്ഷപ്പെടാതിരിക്കുക. രാവിലെ ഉണർന്ന് മോനെഴുതിയതൊന്നും നിവർത്തി നേരെ ഉണർന്ന് ഞാൻ GTS പോകണമെന്നുള്ള സ്ട്രോങ് ആവാത്ത എന്തുകൊണ്ടാണ്? എനിക്ക് നാളെ സീലിംഗ് ആവണം, എനിക്ക് ITC ആവണം എന്നുള്ള കാര്യം സ്ട്രോങ് ആയിട്ട് മനസ്സിൽ പതിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് കടമ്പയും കടന്നതാണ്. വലിയ പണമുള്ള ചില വീട്ടിൽ പണക്കാരാണ്. ആ വീട്ടിൽ പോയാൽ ചിലപ്പോൾ മുടിക്ക് പിടിച്ചടി, ഭാര്യ ചവിട്ടി വിട്ടിട്ട് അയ്യോ ഒന്ന് പിടിക്കും മോളെ കൈ എന്നിട്ട് നമ്മൾ പറയും അവർ പോയാലേ ആയാൽ മതിയായിരുന്നു എന്ന് പറയും. അത് സക്സസ് അല്ല. പണം ഉണ്ടാകുന്നത് മാത്രം സക്സസ് അല്ല, ഹാപ്പിനെസ് ഉണ്ടാകണം വീട്ടിൽ. പണം അല്പം കുറഞ്ഞാലും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് സക്സസ്. അപ്പൊ ടീമിനകത്ത് പണം ഉണ്ടായാലുമില്ലെങ്കിലും ടീം മൊത്തം ഹാപ്പിനെസ് ആയിരിക്കണം, ഐക്യം ഉണ്ടാവണം, ഐക്യത്തോടെ പോകണം. ഈ ഐക്യം തകരുന്നിടത്താണ് പ്രശ്നം. ഐക്യമത്യം മഹാബലം എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് എഴുതി വെക്കാൻ മാത്രമുള്ളതല്ല, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ കൂടി ഉള്ളതാണ്. സഹോദര തുല്യമായ ഐക്യവും സ്നേഹവും ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഞങ്ങളിത് ഐക്യമില്ലേ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കേണ്ടത് ഉഗാണ്ടയിലുള്ള ആരുമല്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടത് അല്ലേ? നമ്മുടെ വീട്ടിൽ ഒരു തൊഴിലും ഇല്ല, അപ്പുറത്തെ വീട്ടുകാരാണോ തൊഴിൽ കിടക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ളവരില്ല. നമ്മുടെ ടീമിന് വലിയ സുഖമില്ല. ആരെ സുഖമാക്കേണ്ടത്? റഷ്യന്മാരെ വരാനുണ്ടോ? നമ്മൾ തന്നെയാണ് ഐക്യം ഉണ്ടാക്കേണ്ടത്. 1ാം ക്ലാസ്സിലെയും പിന്നെ നഴ്സറിയിലെയും കുട്ടികൾ പറയും മാഷേ ഇവൻ എന്റെ പെൻസിൽ ഒടിച്ച് കളഞ്ഞു മാഷ് വീടും, അത് വൃത്തിയാക്കും. അയ്യോ എന്റെ പേര് കീറി മാഷേ, പക്ഷേ കുട്ടി ഇവരെന്നെ തോണ്ടി മാഷേ പറയൂലേ. 1ാം ക്ലാസ്സിനൊക്കെ അവർക്ക് വലിയ പ്രശ്നമായിരിക്കും. +2 പഠിക്കുന്ന കുട്ടി ഇങ്ങനെ പറഞ്ഞാലോ അവിടെ പുറത്ത് ഇല്ലേ? അപ്പൊ കാര്യം മനസ്സിലാവുമല്ലോ. സ്ഥാനത്തിനനുസരിച്ച് ഉയരം കഴിയണം. നമ്മൾ വന്നത് വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, മനസ്സിലാക്കി? അവിടെ പിച്ചിക്കളഞ്ഞ്, അവിടെ മാന്തിക്കളഞ്ഞ്, അവിടെ അങ്ങനെയാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥ പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. കലുഷിതമായ മനസ്സ്. നിങ്ങൾ വെള്ളം കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു സാധനം ഇങ്ങനെ നോക്കിക്കുക. ശുദ്ധമായ വെള്ളം, നിശ്ചലമായ വെള്ളത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ മുഖം വൃത്തിയിൽ കാണാം, അല്ലേ? പ്രതിബിംബം കാണും. എന്നാൽ തിളയ്ക്കുന്ന വെള്ളം കണ്ടിട്ടുണ്ടോ? അതിലൊരു പ്രതിബിംബവും വരില്ല. ശുദ്ധമായ മനസ്സിൽ ലക്ഷ്യബോധം വിജയിപ്പിക്കാൻ കഴിയും. പക്ഷെ കലുഷിതമായ മനസ്സിൽ ഒരു കുഞ്ഞിനെയും വിജയിപ്പിക്കാൻ കഴിയില്ല, അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ശുദ്ധമായ മനസ്സും ഐക്യവുമുള്ള ഒരു ഇടം ഉണ്ടാക്കണം, പ്രവർത്തിക്കാനുള്ള ഒരിടം ഉണ്ടാക്കണം, ശാന്തമായ ഒരു ഉണ്ടാക്കണം. അവിടെ അൾട്ടിമേറ്റ് സക്സസിന് സാധ്യതയുള്ളൂ. റെഡി? ഇത് ഉഗാണ്ടയിൽ ആരും വന്ന് ഉണ്ടാക്കാനില്ല, നമ്മൾ തന്നെ പരസ്പരം ഉണ്ടാക്കണം. കാര്യം മനസ്സിലായല്ലോ? ഒത്തുചേർന്ന് ഐക്യത്തോടെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം.
സോ ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സന്തോഷമാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള അല്ലെങ്കിൽ റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡ് എന്ന് നോക്കിയാൽ നമുക്ക് അമേരിക്കയെ കാണാം, ചൈനയെ കാണാം, ബ്രിട്ടനെ കാണാം, ജാപ്പാനെ കാണാം, ഇങ്ങനെ കുറെ രാജ്യങ്ങളെ കാണാം. അവരൊക്കെ സന്തോഷമുള്ള രാജ്യങ്ങളാണോ? ഹാപ്പിനെസ് ഉള്ള രാജ്യങ്ങളാണ്? അല്ല, കലുഷിതവും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ്. ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡ് എന്ന് നോക്കിയാൽ ആദ്യം കാണുന്നത് ഫിൻലാൻഡാണ്. പണം കൂടുതലുള്ള രാജ്യമല്ല അത്. പിറന്നു വീണ ഒരു കുട്ടിക്ക് ആശങ്കരഹിതമായി ജീവിക്കാൻ കഴിയും. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വസ്ത്രം, ശാന്തമായ അന്തരീക്ഷം ജീവിക്കാൻ. അങ്ങനെ ഹാപ്പിയസ്റ്റ് കൺട്രീസിൽ നമ്പർ 1 ഫിൻലാൻഡ്, പിന്നെ നെതർലാൻഡും സ്വിറ്റ്സർലാൻഡും നോർവേയും ഒക്കെ കാണാം. അവരാണ് ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡ്. പണമുള്ള രാജ്യമല്ല സന്തോഷം അനുഭവിക്കുന്നത്, പണമുള്ള ടീമല്ല വളർച്ച കാണിക്കുന്നത്. ശാന്തത, സമാധാനമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകുക. അതുകൊണ്ട് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ബോധപൂർവ്വം ശ്രമിക്കണം. Am I correct? Yes. So, കണ്ടില്ലേ, ആ കുടുംബത്തെ കണ്ടില്ലേ, ഹാപ്പിനെസ് അല്ലേ? എന്നാലും പറയാം അത് സ്റ്റുഡിയോ എടുത്തല്ലേ. എല്ലാ ഫാമിലി ഇങ്ങനെ പോയിട്ട് എടുക്കട്ടെ, എടുക്കില്ല. ഒറ്റ പോടാ വണ്ടിയെങ്കിലും അത്ര സന്തോഷത്തോടെ കിട്ടുമോ? അതാ പറഞ്ഞ ചിരിക്കടി, ചിരിക്കാൻ പറ്റില്ല. എല്ലാ വിഷമവും ദൈനംദിനുള്ളിൽ ചിരിക്കടി എന്ന് പറഞ്ഞു. കാരണം വാടക കൊടുത്തിട്ടുണ്ടാവില്ല, അങ്ങോട്ട് പോയാൽ ബസ്സിന് പൈസ ഉണ്ടാവില്ല, പിന്നെ എങ്ങനെ ചിരിക്കാൻ പറയും? ദൈന്യതയാണ്. അപ്പം വെൽത്ത്, സമ്പത്തും ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. അങ്ങനെ ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദി വേൾഡ് അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് ഫാമിലി ആക്കി മാറ്റാൻ കഴിയുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കേരള ചിരി കണ്ടില്ലേ? ഇത് കണ്ടാൽ അവർ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അറിഞ്ഞൂടെ? 4 പേര് വന്ന് ഫോട്ടോ എടുക്കുമെന്ന് അറിയാം അവരുടെ ഐക്യം എന്താണ്. ഐക്യം ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്താ നമ്മുടെ ഫാമിലി ആദ്യം ചിരിക്കാൻ തുടങ്ങി, മുമ്പേ തിരിച്ചു. കാരണം എന്താണെന്നറിയാം, ഒരു കൊല്ലം കൊണ്ട് തന്നെ 1 കോടിക്ക് മേലെ വരുമാനം കഴിയും. അത് ബിലീഫാണ്. നമ്മൾ ചിരിക്കാൻ തുടങ്ങിയത്. കിട്ടിയിട്ട് ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിരിക്കണം. ഇതൊക്കെ കിട്ടിയിട്ട് മാഷം ഞാൻ പിന്നെ നിങ്ങൾ ചിരിക്കണ്ട. ചിരിക്കുന്നുണ്ടെങ്കിൽ കിട്ടും, ഇതൊക്കെ കിട്ടും. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വിജയം കിട്ടും. കറക്റ്റ് മനസ്സിലായ? ഇത് എല്ലാ ധൈര്യത്തെയും മുഖത്ത് എഴുതി വെച്ചിട്ടോ. ലോൺ അടച്ചിട്ടില്ല, ഇവിടെ കുട്ടീന്റെ ഫീസ് അടച്ചിട്ടില്ല, ഇത് ചുളിഞ്ഞ മുഖമായിട്ട് മറ്റൊരു വരുന്നോ അവൻ അവിടെ വരാൻ. ഇപ്പൊ കാര്യം മനസ്സിലായോ? ഇപ്പൊ ഹാപ്പി ആവണം. കിട്ടുമെന്നുള്ള ആ സന്തോഷത്തിൽ നമ്മൾ ജീവിക്കാൻ, പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ വളരണമെന്നാണ് സൂചിപ്പിക്കാറ്. സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. ഞാൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? ആദ്യം മിഷനാണ്. 2 അവർക്ക് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ വെച്ചാൽ ഇനി നാളെ 2 പുസ്തകമായിട്ട് വായിക്കാനിരിക്കാനല്ല. ഏത് മേഖല വിജയിക്കുന്നു അവിടെ അറിവുണ്ടാക്കിയാൽ മതി. ടെക്നോളജി എടുക്കുന്ന ഒരുപാട് ആളുണ്ടല്ലോ ഇവിടെ. സോപ്പ് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, ഹെയർ ഓയിലിന് എന്താണ് പറയേണ്ടത്, മുടി അറ്റപ്പെടില്ല, മുടി പൊഴിച്ചിൽ പറഞ്ഞാൽ മതി. ഇവിടെ പാണ്ഡിത്യം ഒന്നും വേണം. സോപ്പ് തേക്കുന്നത് എന്തിനാ പണ്ഡിതനാകുന്നത്, ഹെയർ ഓയിൽ തേക്കുന്നത് എന്തിനാ പാണ്ഡിത്യം. ഒരുപാട് പാണ്ഡിത്യം ഒന്നും കാണിക്കണ്ട. പക്ഷെ അതിന് കേവലം അറിവുണ്ടാവണ്ടേ. 330 രൂപയ്ക്ക് ഇത് കിട്ടും. ഹെയർ ഓയിൽ അല്ലേ 440 നിങ്ങൾക്ക് വിൽക്കാം. അതൊക്കെ പറഞ്ഞു കാണിക്കട്ടെ. എത്രയോ കിട്ടും, എത്രയോ വിൽക്കാം, പറയാൻ പറ്റുമോ? ഇത്തിരി വിവരം ഉണ്ടാക്കുക, അതിനെ പറ്റി നോളജ് ഉണ്ടാക്കുക. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോപ്പിന് 75 കിട്ടും, 100 കൊടുക്കാം. എന്നാൽ വില കുറഞ്ഞ സോപ്പ് വേറെ ഉണ്ട് അല്ലേ? അങ്ങനെ നിങ്ങൾ ഹെയർ ഓയിൽ വില കൂടുതലല്ലേ? 400 ആപ്പല്ലേ? വില കുറഞ്ഞിട്ട് 170 കിട്ടില്ല. നിങ്ങൾക്ക് മതിയോ? അല്ല, അതിൽ തന്നെ വേണം. സ്വർണ്ണം ഇരിപ്പ് വരെ വീട്ടില്ല. സ്വർണ്ണത്തിന് സ്വർണ്ണം കഴിച്ചു കൊടുക്കണം വേണ്ടേ? ഒബ്ജക്റ്റീവ് ലക്ഷ്യം ഉണ്ടാവണം. ഞാൻ ഈ പ്രവർത്തിക്കുന്നതൊക്കെ എന്തിനാണെന്ന് തോന്നലുണ്ടാവും. ഞാൻ ഈ ഹാളിൽ പോകുന്നത് എന്തിനാണ്? വെറുതെ കൈയടിച്ച് വേണം. പക്ഷെ ഇങ്ങനെ കൈയടിച്ചാൽ നാളെ എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ സംസാരിക്കുമ്പോൾ കൈയടിക്കും. അപ്പൊ എനിക്ക് പെർഫോമൻസ് ബോണസ് കിട്ടും, അപ്പൊ എനിക്ക് സീലിംഗ് ആവാം, അപ്പൊ എനിക്ക് IPC ഒക്കെ ആവാം എന്ന തോന്നലുണ്ടെങ്കിൽ ഇങ്ങനെ മാറുള്ളൂ അല്ലേ? ആ ഒബ്ജക്റ്റീവ് ലക്ഷ്യമുണ്ട്. എത്തിക്സ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ധാർമ്മികതയൊക്കെ കാണിക്കണം. മറ്റുള്ളവനെ പറ്റി കുറ്റം പറയുക, അവൻ വിജയിക്കുമ്പോൾ ചവിട്ട് കൊടുക്കും, അവൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യൂല, അതിന്റെ വിജയിച്ച് വെറുതെ ലൂസ് ടോക്ക് പറയും. ഇതൊക്കെയാണ് നമ്മൾ നിർത്തിക്കളേണ്ടത്. എല്ലാവരെയും പോസിറ്റീവായിട്ട് പറയാം. അവൻ അല്ലെങ്കിൽ വിജയിക്കണം, അവനെല്ലാം കഷ്ടപ്പെടുന്നില്ലേ എന്ന് പറയുന്ന രീതിയിൽ എത്തിക്സ് ഉണ്ടാവണം. ഒരു സ്ട്രാറ്റജി, തന്ത്രം ഉണ്ടാവണം. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 1 to 1 കൊടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടാവണം. 10-20 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണം. ചില 3.5 മണിക്കൂർ അത് പ്ലാനുമില്ല. മിക്ക ഞാൻ കുറച്ചുകൂടി പറയും. ഇപ്പോഴത്തെ ഉറപ്പൊരു ഉറപ്പിനായില്ല. നമുക്ക് കിട്ടുന്ന അറിവ് മുഴുവൻ പറയുക. അവിടെ എന്താണോ പറയുന്നത് അത് പറഞ്ഞാൽ മതില്ലേ? അമേരിക്കയുടെ സ്ഥിതിയായിരിക്കും അമേരിക്ക
അവിടെ കൊടുങ്കാറ്റ് വന്നു. അയാൾക്ക് അടുത്ത കൊടുങ്കാറ്റൊന്നുമല്ലോ ഉണ്ട്, അയാൾക്ക് ആളെ പല്ല് വേണ്ട അവസ്ഥ. നല്ല വേസ്റ്റ് വന്നാൽ അയാളെ എടുക്കും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് നമുക്ക് പല്ലുവേനോട്ട് പുറകെയായിരിക്കും. നല്ല വേസ്റ്റ് ഇട്ട് പല്ലുവേന മാറുന്ന ആൾ വരും. ചൈനയിലെ കലാപവും അമേരിക്കയിലെ കൊടുക്കാറ്റൊന്നുമല്ല, അയാൾക്ക് പ്രശ്നം അയാളുടെ പല്ലുവേനയാണ്. അപ്പൊ മുന്നിലിരിക്കുന്നവന്റെ ആവശ്യം എന്ത് എന്നറിഞ്ഞ് ഞാൻ എന്ത് ഇൻസ്പിറേഷൻ അവിടെ കിട്ടുന്നത്? അതോ മുമ്പനായിരുന്നു സാധനം കിട്ടിയ 15,000 അവിടെ നിന്ന് വിൽക്കാം, ബാക്കി കണ്ടറിഞ്ഞ് വരുന്നവർക്ക് കൊണ്ട് കൊടുക്കാം. 10 ആൾ സാധനം വാങ്ങിയ 2 ആളെങ്കിലും ചോദിക്കും, ചേച്ചി എനിക്ക് ചെയ്യാൻ പറ്റുമോ? അവരെ കൊണ്ടുവന്ന നമ്മൾ ടീമും വല്ലോ അവിടെ റോം ഷോപ്പ് ചിന്താ വീട്ടിലാണ്. ഇത് പറയാൻ ഇൻസ്പിറേഷൻ ആവൂലേ? ഞാൻ വരും, എന്റെ ടീം വരും, നിങ്ങളൊന്ന് റെഡിയായാൽ മതിയല്ലേ? മുറ്റ ഒന്ന് അടിച്ച് വൃത്തിയാക്കി മതി, ബാക്കി അങ്ങനെയാണെങ്കിൽ റെഡി. അങ്ങനെ നിങ്ങളൊക്കെ വരും, ഞങ്ങൾ വരാട്ടോ. അവര് പറയുന്നതിന്റെ വിചാരിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എപ്പോഴും പോയിരിക്കുക. എന്നിട്ട് ഇവിടെ മേശ പിടിച്ചിരുന്നു, ഇവിടെ വിരിപ്പെടുന്നു, സാധനം പിടിച്ചിരുന്നു. ഒരു പറയും ഇങ്ങനെ ഞാനൊന്നും അറിയില്ല, വിളിച്ചു നടത്തിയൊക്കെ വരാറ്. എന്തൊരു ടീമാണ് അത് പറയുമ്പോൾ അവിടെ നിന്ന് 2 ആൾ ഇങ്ങനെയാണെന്ന് എന്റെ വീട്ടിൽ നടത്താം. അടുത്തൊരു കരഞ്ഞോണ്ടിരുന്ന ഒന്നും നടക്കില്ല. എന്തിനേയും മാറ്റി മറിക്കാനുള്ള ഒരാഴ്ച ഇൻസ്പിറേഷൻ കൊടുക്കാൻ കഴിയും. അവരെ ഒരുമിച്ച് കൊണ്ടുപോകാനും അവരെ വളർച്ചയിൽ സന്തോഷിക്കാനും ആശ്ലേഷിക്കാനും അവരെ പ്രയാസം വരുമ്പോൾ ഒന്ന് തലോടാനും ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമുക്ക് വലിയ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടവരാണ്. വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ചെറിയ ഇഷ്ടങ്ങളെ മാറ്റി വെക്കേണ്ടി വരും. രാവിലെ ചായ വീട്ടിൽ നിന്ന് കഴിക്കണം, 12 മണിക്ക് കഞ്ഞി അത് വീട്ടിൽ തന്നെ ആവണം, 1 മണിക്ക് ചോറ് വീട്ടിൽ തന്നെ കഴിക്കണം, വൈകുന്നേരത്തെ ചായയും വീട്ടിൽ, 7 മണിക്ക് ചോറ് വീട്ടിൽ തന്നെ കഴിക്കണം. ഇത് ചെയ്യാതെ കിട്ടണം ഫീലിംഗ് ഉണ്ട്. അത് ചിലർക്ക് മാറ്റി വെക്കാൻ കഴിയുന്നതേ വേണ്ടി. രാവിലെ കുറച്ച് ഒരു 1-2 മണിക്കൂർ സാധനം കഷ്ടപ്പെട്ടാൽ ചായ കറി ചോറും കറി എന്താ 2 പേർക്ക് ആക്കി വെക്കാം. മക്കൾ എന്നൊക്കെ പറഞ്ഞ് കഴിക്കണം, ഞാൻ പോയിക്കൂടെ. അതിന് 3-4 മണി വരെ അധ്വാനിച്ച് വരുമ്പോഴത്തേക്ക് കുറെ പുറത്ത് മാർക്കറ്റ് ചെയ്യാൻ എന്ത് നാളെ കാണുകയും ചെയ്യാം അല്ലേ. 1 മണിക്ക് വളർത്തി കൊടുക്കണം, 4 മണിക്ക് ചായ വെച്ച് കൊടുക്കണം, പിന്നെ എന്തേ നടക്കുമോ? കുറെയൊക്കെ വീഴ്ച അണ്ടർസ്റ്റാൻഡിങ് വേണം. വീഴ്ചകാരൻ നമ്മൾ എന്താ, കാരണം നമ്മൾ വലിയ ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നവരാണ്. മറക്കും ഈ രീതിയിലാണ് സക്സസ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥ വിജയിയായിട്ട് മാറുന്നത്. വീട്ടുകാർ The more I help others to succeed, the more I succeed. കൂടെയുള്ളവരെ വിജയിപ്പിക്കാൻ എത്രത്തോളം കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുവോ അത്രത്തോളം കൂടുതൽ ഞാൻ ചെയ്യും അല്ലേ. എത്രത്തോളം കൂടുതൽ നിങ്ങളെയൊക്കെ വിജയിപ്പിക്കാൻ ഞാൻ മെനക്കെടുത്തുവോ അത്രത്തോളം വേഗത്തിൽ ഞാൻ വിജയിക്കും. കൂടെയുള്ളവരുടെ വിജയത്തിന് വേണ്ടി എത്ര കഷ്ടപ്പാടില്ല, അവർ വിജയിക്കുന്നത് തൊട്ട തലേസം നമ്മൾ വിജയിക്കും. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മുടെ കൂടെയുള്ളവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്താൽ മതി, നമ്മുടെ വിജയം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു കൈത്താങ്ങാകാൻ കഴിയുക അതാണ് കാര്യം. പക്ഷെ ചില ആളെല്ലാം വരുമ്പോൾ നോക്കിയാണ് മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസമായി പോകാത്ത മീറ്റിംഗ് പോകില്ല, GTS വരില്ല. ട്രെയിനിങ് ഉണ്ടോ? ഞാനില്ല, അത് ട്രെയിനിങ് ഞാൻ കേട്ടോ. എല്ലാം നോക്കി നിൽക്കും. നോക്കി നല്ല എന്തെങ്കിലും അറിവുണ്ടാവോ, ഇൻസ്പിറേഷൻ ഉണ്ടാവോ, മറ്റുള്ളവരെ കൂടെ പ്രവർത്തിക്കാൻ കഴിയോ? ഇല്ല. നോക്കുകുത്തികൾ എന്നാ പറയുക. ഞാൻ എപ്പോഴും പറയും, നോക്കുകുത്തികൾ എത്ര മനോഹരമായാലും ഒരു നാൾ എടുത്ത് മാറ്റപ്പെടും. പ്രവർത്തിക്കുന്നവർ, പൊരുതി നിൽക്കുന്നവർ പോരാട്ട വീര്യത്തോടെ വിജയിക്കും. പതുങ്ങി നിൽക്കുന്നവർ പതുക്കെ പതുക്കെ അപ്രത്യക്ഷരാകും. ഇത് ജീവിതത്തിലെ യാഥാർത്ഥ്യം. എനിക്ക് കഴിവുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞ കാര്യമില്ല, കഴിവ് പ്രയോഗിക്കാത്തവർ കഴിവില്ലാത്തവർ പറഞ്ഞാൽ ഒരുപാട് കഴിവുണ്ട്, പക്ഷെ ഉപയോഗിക്കണ്ടേ. ആനേനെ വാടക എടുത്തിട്ട് ചുള്ളിക്കപ്പ് കൊണ്ടുപോയാൽ ആനനെ കൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്, പക്ഷെ ആരോട് മിണ്ടുമില്ല, ആരും താനിട്ട് കൊടുക്കുകയില്ല. ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. അവരെ കൂടി പ്രവർത്തിപ്പിച്ച് നല്ല വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ വിജയിപ്പിക്കാൻ ശ്രമിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷെ ഡൗട്ടാണ്, നമുക്ക് എല്ലാത്തിനും ഡൗട്ടാണ്. സംശയമാണ്. സോപ്പ് തേച്ചാൽ ചൊറിയും. ഇവിടെ കോടിക്കണക്കിന് സോപ്പ് തേച്ചിട്ട് ആരും 1 വർഷം, പക്ഷെ ഞാൻ കൊടുത്ത ചൊറിയും. ടെൻഷനാണ്, ഡൗട്ടാണ്. ഞാൻ പറഞ്ഞാൽ നീ തേച്ച് വരുള്ളൂ, പേരുണ്ടാവും. എല്ലാത്തിനും സംശയം. എല്ലാവരും വിജയിക്കുക, പക്ഷെ എനിക്ക് വിജയിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സംശയമാണ് നമുക്കുള്ളത്. നൂറ്റാണ്ടുകളായി നമ്മുടെ തലയിൽ ഈ സംശയം ഒന്ന് മാറ്റി വെക്കണം. മനസ്സിലല്ലോ? പ്രവർത്തിച്ചാൽ
ഇത് കണ്ടില്ല, SIT 108 പേർ ആഴ്ചക്ക് 2 വാങ്ങുന്നു. ഒരു ഡസന് 19 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 19ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ആദ്യത്തെ യങ്ങസ്റ്റ് സീലിംഗ് അച്ചീവർ ആയിരുന്നു SIT തന്നെയാണ്. ഏതാണ്ട് 9 ലക്ഷത്തിന്റെ ആദ്യത്തെ ആർലി ഡേവിഡ്സൺ എടുത്തത് നമ്മുടെ ടീമിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ടീം എന്ന നിലയിൽ സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് SIT ആണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ സംശയിക്കുന്നു? അവർക്ക് എന്താ കൊമ്പുള്ളവരല്ലേ? പക്ഷെ എന്നാൽ നമുക്ക് സംശയം, ഈ സംശയം മാറ്റിവെക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. കാരണം ഇത്രയും ആളുകൾ വിജയിച്ചു പോയാണ്ട് ആ വഴി ഇങ്ങനെ കാണാം, 108 ഇങ്ങനെ വിജയിച്ചു പോകാം. പക്ഷെ നമ്മൾ ആ വഴി കാണില്ല, അതിന്റെ അപ്പുറത്ത് ഇരുട്ടാണ് കാണാം. എന്റെ വഴി കാണുന്നില്ല. അവര് പോയ വഴിക്ക് പോയാൽ നമുക്ക് വിജയിക്കാം, പക്ഷെ നമുക്ക് സംശയം കാര്യങ്ങളെ. അതുകൊണ്ട് വിജയത്തിലേക്ക് വേണ്ടി മാറണം. അവരുടെ അപ്പൊ ചില ശീലങ്ങൾ മാറ്റേണ്ടി വരും, ഹാബിറ്റ് മാറ്റേണ്ടി വരും. എന്താ ഹാബിറ്റ്? റിപ്പീറ്റഡ് ആക്ഷൻ ആണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി, ഒരു ശീലം കൂടുതൽ റിപ്പീറ്റ് ചെയ്താൽ അത് ഹാബിറ്റായി. അപ്പൊ ഒരു ശീലം തുടങ്ങുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ ആലോചിക്കണം. ഹാബിറ്റായി മാറിയാലോ അതേ ചെയ്യൂ. അപ്പൊ ആദ്യം തന്നെ ഒരു പ്രസന്റേഷൻ വൃത്തിയിൽ പഠിച്ച് തലേ കയറ്റിയാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ അത് ഹാബിറ്റ് ആവും. കറക്റ്റ് അല്ലേ? അപ്പൊ നന്നായിട്ട് വർക്ക് കൊടുക്കുന്ന ഒരു പ്ലാൻ നമ്മൾ പഠിച്ച് തലേ കയറ്റാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ റിപ്പീറ്റഡ് ആക്ഷൻ ഈസ് ഹാബിറ്റ്, അത് ഹാബിറ്റ് ആവും. അപ്പൊ 4 ആൾ കേട്ടാൽ 4 ആളും ക്ലോസ് ആവും. കാരണം എന്താ? നിങ്ങൾ റിപ്പീറ്റഡ് ആക്ഷൻ ഹാബിറ്റ് കറക്റ്റ് ആണ്. കറക്റ്റല്ലേ? അപ്പൊ എന്തിന് ഞാനിത് ഹാബിറ്റ് മാറ്റണം? അത് ഉറപ്പിക്കണം, ഇല്ലെങ്കിൽ വിജയിക്കുക. കറക്റ്റല്ലേ? അപ്പൊ റിപ്പീറ്റഡ് ആക്ഷൻ ഹാബിറ്റ് ആണെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് 4 പ്രോഡക്റ്റ് വൃത്തിയിൽ പഠിച്ച് തലയിൽ കയറ്റുന്നു. അത് പറയുമ്പോൾ എന്താ ഹെയർ എന്താ? ഇത് ഒലീവ് എണ്ണ പ്രിപ്പയർ ചെയ്താണ്. ബേസ് എണ്ണ അത് ഒലീവാണ്. ആ ഡെൻസിറ്റി കട്ടി കുറവാണ്. തലയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലും. അടിത്തട്ടിനെ കരുത്ത് കൊടുക്കുന്ന മുടി അറ്റപ്പെടില്ല, മുടി വെച്ചിട്ട് മാറും. അകാല മൈഗ്രൈൻ തലവേദന സ്ട്രോങ് ആണ്. ഇത് റിപ്പീറ്റ് ആയാലോ നമ്മൾ ഇത് തന്നെ പറയുള്ളൂ. റിപ്പീറ്റഡ് ആക്ഷൻ ഹാബിറ്റ് ആയി. ഇത് പറയാൻ മറ്റെന്തെങ്കിലും ആണോ? കറക്റ്റാണോ? ഉറപ്പ്. ഉള്ളത് പോകില്ല, ഉറപ്പ്. കട്ടി കൂടും, സ്ട്രോങ് ആയിരിക്കും. കൊടുത്ത് പുതിയ വരും, ഉറപ്പിക്കൊന്നും വേണ്ട. ഉള്ള കഷണ്ടി തലക്കാരൊക്കെ പ്രത്യേകിച്ചോളൂ. മുടി ഇങ്ങനെ വരും, ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കണേ. കഷണ്ടി ചെയ്തിട്ട് ഇങ്ങനെ കാത്ത് വയ്ക്കണം. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. ചില ഹെൽത്തി പാരമ്പര്യം അങ്ങനെ എല്ലാത്തിനും തലയിലൊന്നും വരില്ല. വേണ്ടാത്ത കാര്യം പറഞ്ഞ് തലവേദന അങ്ങോട്ട് പോയിപ്പോഴും അയാളെ കഷണ്ടിയും കൊണ്ട് വരും. എന്തിനാ വല്ലാത്ത കാര്യം പറഞ്ഞത്? ഉള്ളതിന്റെ പറഞ്ഞ ആളുകൾ സാധനമാകുന്നേ. ഇത് വേണ്ടാത്ത പറയാ. എന്നിട്ട് പറയും എണ്ണ കൈണ്ടടി എടുക്കരുത്, അവിടെ മുടി പറഞ്ഞാലോ. ഇത് ആവശ്യമില്ലാത്ത പറഞ്ഞ ആവശ്യമുള്ള വൃത്തി പറയൂല. നിങ്ങളല്ല എടുക്കമാരാണ്. ശരിയാണ്. എങ്ങനെയാണ് വേണ്ടാത്ത പറഞ്ഞു ഒരു ചാമ്പിത്തലും കഴിച്ചാൽ മതി. കാരണം പോയി അതിന്റെ വരടുമായിരിക്കും, അത് പിടിച്ച് ഇളക്കണ്ട. നോക്കൂ കറക്റ്റല്ലേ? അപ്പൊ എന്തുകൊണ്ട് നമ്മൾ മാറണം? വൈ? അത് സ്ട്രോങ് ആയിരിക്കണം. നോക്കൂ, നിങ്ങള് മാസത്തിൽ 50,000 60,000 വരുമാനം കിട്ടാൻ വേണ്ടി ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ 10, 12, 13 മണിക്കൂർ ജോലി ചെയ്യുന്നില്ലേ? നിങ്ങൾ കെട്ടുകൊടുക്കും. താഴത്തെ മുറ്റത്താണോ നമ്മുടെ ഓഫീസുണ്ടോ? ചിലപ്പോൾ കോഴിക്കോടായിരിക്കും, ചിലപ്പോൾ എറണാകുളത്തായിരിക്കും. രാവിലെ 10 മണിക്ക് ആളുകൾ പിന്നെ 6 മണിക്ക് 7 മണിക്ക് പോകണ്ടേ? 5 മണിക്ക് വിട്ടാൽ 8 മണിക്കല്ലേ വീട്ടിൽ വരും അല്ലേ? എന്നാലും പോക്കും അവരുടെ പണിയല്ലേ? നമ്മളെ യാത്ര ഒരാളെ കാണുമ്പോൾ പണിയല്ലേ? അങ്ങനെ പോയി വരുന്ന സമയം എത്ര 10-12 മണിക്കൂറാണ്. അയാൾ റെഡിയാണ്. ഹി ഈസ് റെഡി ടു ഇൻവെസ്റ്റ്, റെഡി ടു സാക്രിഫൈസ് 13 or 14 hours to get 40,000 or 50,000 പറഞ്ഞാൽ ഓരോ മാസം 50,000 കിട്ടാൻ ഇത്രയും മണിക്കൂർ അവർ പണിയെടുക്കാൻ തയ്യാറാണ്. ഒരു പെട്ടിക്കട ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഒരു മാർക്കറ്റർ, അല്ലെങ്കിൽ ചെറിയ ഹോട്ടൽ നോക്കിയിട്ട് കാലത്ത് 6:30 കട്ടൻ ചായ കിട്ടിയാൽ പിന്നെ പോകില്ല. ഇനി 6:30 തോന്നില്ല, അവിടെ വരില്ല. 6:30 തുറക്കണം പാർട്ടി. നിങ്ങൾക്ക് കട്ടൻ ചായ കുടിച്ചാൽ മതി. അത് ഉണ്ടാക്കാൻ ആളെ എപ്പോഴും പണിക്കണം. കിട്ടുന്നുണ്ടേ 4 മണിക്ക് പണിയെടുക്കുക, 5 മണിക്ക് പണിയെടുക്കണ്ടേ? വൈകുന്നേരം 8 മണി വരെ. അത് കൂട്ടിയാലും വേണ്ടേ? സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. അപ്പം എത്ര മണിക്കൂർ? 16, 17 മണിക്കൂർ ജോലി ചെയ്ത് 10 മെഴുകുന്നതിനായിട്ട് കൊടുക്കാം. ഇവിടെ ആഴ്ചക്ക് 2,10,000, മാസത്തിൽ 8,40,000 കിട്ടും. എത്ര മണിക്കൂർ നമ്മൾ പണിയെടുക്കണം? How much you should ready to contribute or how much you must ready to sacrifice for getting 8,40,000? 8,40,000 കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര പണിയെടുത്താ? അത് ചിന്തിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നമ്മളെ കിട്ടിയതിന്റെ പ്രവൃത്തി, നമ്മളെ കിട്ടിയ മൂല്യം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.
മേഖലയിലെ മൂല്യം നമ്മൾ കാണും. രണ്ടാമത്തത് നമ്മളിത് ഡൗട്ട് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ചിന്തയാണ്. ചിന്തിച്ച് ചിന്ത രോഗം. ഇവിടെ വരുന്നതിന് ആലോചിക്കും കല്ലാച്ചി, അതിന്റെ മുകളിൽ ഇത്ര ആൾക്കാർ ഇപ്പൊ സത്യമാ സംസാരിക്കും, അത് കഴിഞ്ഞ് ഇന്നയാൾ സംസാരിക്കും, ഇന്നയാൾ കണ്ണൂരി, പിന്നെ ഞാൻ വീട്ടിൽ ചിന്തയാണ്. GTS നടക്കുമ്പോഴേക്കും 14 ഗസ്റ്റ് ഉണ്ടാവും, അതിൽ 4 ആൾ സ്റ്റാർട്ട് ചെയ്യും, ബാക്കിയുള്ളവർ ഫോളോ ചെയ്യണം, പിന്നെ ഞാൻ പോകാൻ ചിന്തിച്ച് ചിന്ത കൊണ്ട് പ്രവർത്തിക്കും. പറ്റും തിങ്കിങ് വിൽ നോട്ട് സോൾവ് യുവർ പ്രോബ്ലം, ആക്ഷൻ വിൽ. ചിന്ത കൊണ്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് ചിന്തിച്ച് ചിന്ത രോഗമാക്കാതെ സംശയവും ചിന്തയും ഓവർ ചിന്തയും മാറ്റിവെച്ച് പ്രവർത്തനനിരതരാകാൻ കഴിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. ഈ മേഖലയിൽ ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ നമ്മൾ കുറച്ച് പ്രവർത്തനം ചെയ്യണം. ഒറ്റപ്പെട്ടു പോയാൽ ഈ പണിയെല്ലാം ഒന്നിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഐക്യത്തോടെ ഒറ്റക്കെട്ടായി പ്രവർത്തനനിരതരായി പോകണം. അതിന് നിങ്ങളെ സംശയം നിങ്ങളെ ബാധിക്കരുത്. സംശയത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാതെ സംശയമാണ് എല്ലാ പ്രശ്നം. ഇപ്പൊ ഉണ്ടായതല്ലെന്നേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നതാണ് സംശയം. നമ്മളെ മൂത്തവരുടെ കാരണവർ തന്ന സംശയം. അങ്ങേ സംശയമുണ്ട്. അച്ഛനും മകന്റെ സംശയം. സ്കൂളിൽ തന്നെ പോയിട്ടുണ്ടോ? ആദ്യം ഞാൻ ഇപ്പോൾ പോയിട്ടുണ്ട്, എനിക്ക് സംശയം തന്നെ. പിന്നെ പോയാലും പോയില്ലേ സംശയം, പിന്നെ പോകാൻ പോയില്ല. നീ പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ട്. നീ ഒന്നും പഠിക്കൂല, അല്ലേ തന്നെ പഠിക്കൂല. പിന്നെ അവൻ അന്നേരം പോകും. പഠിച്ചിട്ടില്ല, എന്തിനാ പഠിക്കുന്നത്? എല്ലാത്തിനും സംശയമായിരുന്നു. പിന്നെ നമ്മൾ ആലോചിച്ചു. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന് കാസർഗോഡായിരുന്നു ജോലി. അത് ഞാനല്ല, സംശയം വരും. ഇത് ഇയാൾ തന്നെയാണോന്ന് സംശയം വരുന്ന പറയുന്നത്. സംശയം എങ്ങനെയാ വരുന്നതാണെന്ന് പറയില്ല, തിങ്കിങ് ആണ്. അപ്പം ഡൗട്ട് ചെയ്താണ് കാര്യം. അപ്പം ആ ചെറുപ്പക്കാരൻ മാസത്തിൽ ഒരിക്കലേ വീട്ടിൽ. അപ്പൊ ഭാര്യയോട് പറയാണ്, ഞാൻ വന്നിട്ട് ഇനി പുറത്തു പോയാൽ മതി, ഇനി പുറത്തു പോകണ്ടല്ലോ. വേറെ ഒന്നല്ല ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല കേട്ടോ. സാധനമൊക്കെ ഞാനിവിടെ വാങ്ങി വെക്കുന്നത്, ഞാൻ വരുമ്പോൾ ഒരാഴ്ച പുറത്തു പോയാൽ മതിയല്ലോ, അതുവരെ ഇനി വീട്ടിലിരുന്നാവും. അത് ശരി. അപ്പൊ ആള് കാസർഗോഡ് വിളിച്ചു, എടി നീ എവിടെയുണ്ട്? ഞാൻ മുറ്റത്ത് തരുന്നുണ്ട് ചേട്ടാ. പിറ്റേന്ന് വിളിച്ചു, നീ എവിടെയുണ്ട്? ഞാൻ അകത്ത് തരുന്നുണ്ട് ചേട്ടാ. പിറ്റേന്ന് ഞാൻ അടുക്കള തരുന്നുണ്ട് ചേട്ടാ. അപ്പൊ അവിടെ നിന്ന് കാസർഗോഡിലെ എടുത്ത സുഹൃത്തുക്കളെ, നീ അടുക്കളയിൽ തന്നെ പുറത്തടയും പോവായിരുന്നു, ഫോണിൽ എന്താ പറഞ്ഞത്? അപ്പൊ അയാൾക്ക് സംശയം എങ്ങനെയാ പറഞ്ഞു തരാന്ന് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ അടുക്കള തന്നെ ഉണ്ടോ? ആ മിക്സി ഓണാക്കിയേ. നിങ്ങൾക്ക് എന്താ തോന്നിയത്? അവിടെ ആൾക്കാർ ഒരു മാസം കഴിഞ്ഞപ്പോ അയാൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ ഭാര്യ വീട്ടില്ല. അപ്പൊ മോനോട് ഇല്ലേ, മോനെ അമ്മയെ പോയി. അമ്മ രാവിലെ പോയി, എവിടെ പോയി? അപ്പൊ നമ്മുടെ സംശയം മറ്റുള്ളവർക്ക് ഭാരമാണ്, അല്ലേ? ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടർക്ക് സംശയം ഉണ്ടെങ്കിൽ ലീഡർക്ക് ഭാരമായിരിക്കും. സോപ്പിനെ കുറിച്ച് സംശയം, പേസ്റ്റിനെ കുറിച്ച് സംശയം, മറ്റുള്ളവരെ കുറിച്ച് സംശയം, അയാളെ കുറിച്ച് തന്നെ സംശയം. പിന്നെ എങ്ങനെ തീർക്കാനാവുക? ലീഡർക്ക് സംശയമുണ്ട്, താഴെ ഒഴിക്കും പ്രശ്നം. അതുകൊണ്ട് സംശയം ഉണ്ടാകും. മിക്സി ആയാലും ഭാഗ്യം, ഗ്രൈൻഡർ ആയാലും. അപ്പൊ ഈ സംശയമാണ് നിങ്ങൾ മാറ്റേണ്ടതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ലേസിനെസ്, മടിയാണ്. മടിഞ്ഞൊടിഞ്ഞ് കുത്തി നിങ്ങൾക്കല്ല, നിങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മടിയൊന്നുമില്ല, നിങ്ങൾ ഉറപ്പുള്ള സ്ട്രോങ്ങുള്ള പിള്ളേരാണ്, അല്ല ലീഡേഴ്സാണ്. ചില ആൾക്ക് മടിയായിരിക്കും. ഇന്ന് പോകണോ, ഇന്ന് അയാളെ കാണണോ, ഇന്ന് മഴക്കാറില്ലേ? മഴക്കാറില്ല. അടുത്ത ദിവസം പറയും, ഇനി ഏതായാലും ആഗസ്റ്റ് 1 ഞാൻ 5-ാം തീയതി ആയിട്ട് പോകണം. 5-ാം തീയതി എന്നാ പിന്നെ ആഗസ്റ്റ് മാസം കഴിഞ്ഞു. ഇങ്ങനെ മാറ്റി ഒരു പണിയെടുക്കാതെ ഇന്ന് ശീലിച്ചു. മടിയാണ്. ഇത് മാറ്റണം. വിജയത്തിന് പ്രധാനപ്പെട്ട തകരാറായിട്ട് ദ്രോഹമായിട്ട് നിൽക്കുന്നതൊന്ന് സംശയമാണ്, ഒന്ന് ഓവർ ചിന്തയാണ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട അലസതയാണ്. അലസത ഭിക്ഷാടനത്തിന് താക്കോലാണ്, സകലത്തിൽ മുരളി അടിവരാണ്. അത് മാറ്റി. തീരുമാനം എടുക്കില്ല ആളുകൾ. നിങ്ങൾ നോക്ക്, ഒരു കുടുംബനാഥൻ, ഒരു ലീഡർ ഒരു ദിവസം എത്രത്തോളം തീരുമാനം എടുക്കേണ്ടി അറിയോ? നിങ്ങൾ വിചാരിച്ച തീരുമാനം ചെറിയ ചോയ്സ് ആണ്. അത് ബെറ്റർ ചോയ്സ് ആണെങ്കിൽ നിങ്ങൾ ഉയർന്ന ഹൈറ്റിലേക്ക് എത്തും. ഇന്ന് സ്കൂളിൽ കുട്ടികൾ പറഞ്ഞേക്കണോ? വലിയ കൊടുമഴയാണല്ലോ, പറഞ്ഞേക്കണം. അതിന്റെ തീരുമാനം രക്ഷപ്പെടുക്കട്ടെ. ഇവിടെ നീ പോകണ്ട, ഇന്ന് അത്രയും പ്രശ്നമാണ്, അവിടെയൊക്കെ മരപ്പെടുത്തി പോകണം. ഒരു പോകേണ്ടി വരും. തീരുമാനം എടുത്തില്ല, കുട്ടി എന്താവും? അച്ഛാ ഞാൻ നിൽക്കണം, പോകണം. അവൻ ഡ്രസ്സിന്റെ അവിടെ തീരുമാനം ആരെടുക്കണേ? ഗൃഹനാഥനല്ലേ? ഗൃഹനാഥൻ ഒരു ദിവസം എന്തൊക്കെ തീരുമാനം എടുക്കണം? ഗൃഹനാഥി എടുക്കണ്ടേ? വേണ്ടേ? ഇന്ന് വെള്ളരിയാണോ കറി വെക്കേണ്ടത്, തക്കാളിയാണോ വെള്ളയാണോ? വെള്ളരിയാണ്. ഇത് വൈകുന്നേരം പണ്ട് ഭർത്താവ്, എനിക്കൊരു സംശയം, വെള്ളരിയാണോ വെള്ളയാണോ? ഞാൻ ഇത് വെച്ചിട്ടില്ല. സംശയം
ഇവിടെ ചട്ടി താനേ ഉടഞ്ഞു പോകുന്നതാണ്. ഈ തീരുമാനം ചെറിയ ചെറിയ ചോയ്സ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും, ഈ GTS പോകണോ, ആ GTS പോകണോ, എന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് വിളിക്കണോ, അവിടെ ഹോം ഷോപ്പിംഗ് നടത്തണമോ, ഇതൊക്കെ ഒരു ലീഡർ ഒരുപാട് ചെറിയ ചെറിയ ചോയ്സ് എടുക്കണം. ആ സെലക്ഷൻ ഓഫ് ചോയ്സ്, അതാണ് നിങ്ങളുടെ വിജയം. കാര്യം മനസ്സിലാക്കാം. ഈ ചെറിയ ചെറിയ തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കുന്നവൻ വലിയ ജേതാവായിട്ട് മാറും. ഇത് ഒരു മാസം മുമ്പേ പറഞ്ഞിട്ടുണ്ടോ, ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല, ഹോം ഷോപ്പിംഗ് ആണോ ഹോം മീറ്റിംഗ് ആണോ ഞാൻ ആലോചിച്ചു. തീരുമാനം എടുക്കാത്തത് ഒരു തീരുമാനം തന്നെയാണ്, മുന്നോട്ടേക്കില്ല എന്നുള്ള തീരുമാനം അവിടെ കിടക്കും. അതുകൊണ്ട് യഥാർത്ഥ തീരുമാനം അപ്പോൾ എടുക്കാൻ കഴിയണം. സക്സസ് ആണ്, വിജയമാണ്. വിജയം എന്ന് പറഞ്ഞാൽ ചില ആൾ വിചാരിക്കുന്നത് എനിക്കൊന്നും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ നമുക്കെല്ലാം വിജയിക്കണം. വേണ്ടേ? നമുക്കൊക്കെ വിജയിക്കണ്ടേ? കരുത്തുള്ള വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങൾ വന്നതിന് 2 കൊല്ലം ശേഷം വന്നതിന് ശേഷം സീലിംഗ് അടിച്ച് BMW ബെൻസുമായിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വരും. അത് നാടകമാണ്. അവർക്ക് ചായ കാച്ചി കൊടുക്കും. അപ്പൊ മക്കളൊക്കെ പറയും, അമ്മ ഇതന്നെയല്ലേ ശരി, നിങ്ങൾ എന്തോന്നാ ജീവിതം അവിടെ പോയി എന്നാ ചിരിയല്ല തോന്നുക. അതിന് ഇപ്പൊ എന്തും ചിരിച്ചാൽ മതിയുള്ളൂ, എന്നാലും ചിരി തന്നെ വരിക. അതുകൊണ്ട് when you know your worth, no one can make you feel worthless. നിങ്ങളെ കരുത്തും വിലയും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല. ഉറപ്പാണ്. കമ്പനിയുടെ കരുത്ത് മനസ്സിലാക്കൂ. പ്രൊഡക്റ്റ് അവയർനെസ് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, ഇല്ലേ? നന്നായി ഹോം ഷോപ്പിംഗ് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നവരുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഹോം ഷോപ്പിയും പ്രൊഡക്റ്റ് അവയർനെസ് കൊടുത്ത് ആ കരുത്ത് ഉപയോഗപ്പെടുത്തിയ വലിയ നേട്ടം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് സൂചിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ഒരു സ്റ്റോക്ക് പോയിന്റ് ഞാൻ ഉറപ്പിച്ച് പറയാം, എല്ലാവരും 2000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാത്ത താഴെത്തട്ടുള്ള എല്ലാവരും കൊണ്ടും ഈ മാസം, കാരണം പ്രത്യേകിച്ച് കർക്കിടകം ചിങ്ങമാസത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി വെൽനസ് പ്രൊഡക്റ്റുകൾ കഴിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കവചപ്രാശം, അതുപോലെ കുറച്ച് 95 ഉണ്ടെങ്കിൽ 95, അല്ലെങ്കിൽ കഫ്നിൽ, അല്ലെങ്കിൽ ആയുശ്വാസ്, ഇതുപോലുള്ള അതുപോലെ പിന്നെ നമ്മുടെ എന്ത് പ്രൊഡക്റ്റുകളും വെൽനസ് പ്രൊഡക്റ്റുകളിലേക്ക് എത്തിച്ചേരാൻ 2000 രൂപയുടെ പ്രൊഡക്റ്റുകൾ എല്ലാവരും എടുക്കണമെന്ന് തീരുമാനമെടുത്തു എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. താഴെത്തട്ടിൽ വരാത്തവർ വീട് കയറുക, 2000 രൂപയുടെ പ്രൊഡക്റ്റുകൾ എടുക്കണം, 5000 നിങ്ങൾ എടുക്കേണ്ടത്. കാരണം മീറ്റിംഗ് അങ്ങനെ തീരുമാനത്തിൻ്റെ സർക്കാരൊക്കെ പറയുന്നുണ്ട്, പ്രതിരോധശേഷിയുടെ സാധനം കേൾക്കുന്നത്. നിങ്ങളൊന്ന് തട്ടിക്കൊടുത്ത് അന്നേരം പറയും, എന്നാ മോളെ അമ്മച്ചി പറയും എനിക്കൊരു കാപ്പി തരാം, എന്തായാലും വാങ്ങിക്കൊള്ളി. എന്നാലും മോൻ പറയും എനിക്കൊരു കപ്പിലും വാങ്ങിക്കോളെ, ഒരു കവചപ്രാശം വാങ്ങിക്കോ. കഴിഞ്ഞ 2000 അവിടെ 2 വേസ്റ്റ്, കടയിൽ നിന്ന് വാങ്ങുന്ന വേസ്റ്റൊക്കെ മാറ്റി 2 വേസ്റ്റും നമ്മളെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ട് 2000 എടുപ്പിക്കണം. ഒന്ന് കഴിവുള്ളവർക്ക് 5000 എടുപ്പിക്കുക, 10,000 20,000 എടുത്തിട്ട് മാർക്കറ്റ് ചെയ്യാവുന്ന വിധത്തിൽ നമ്മളൊന്ന് മാറ്റി പിടിക്കാം. അവരുടെ